മാജിക് അവനിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാജിക് അവൻ്റെ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2016. ഒരുപാട് പ്രതീക്ഷകളും നല്ല നല്ല സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു വർഷമാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മളുടെ മാജിക് അവനിലും നല്ല നല്ല വിഭവങ്ങൾ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സ്വയം പ്രത്യാശിക്കുകയാണ്. എന്തായാലും ഇന്ന് നമ്മളൊരു നല്ലൊരു വിഭവത്തോടുകൂടി തന്നെ നമ്മളുടെ ഈ വർഷത്തെ മാജിക് അവൻ്റെ യാത്ര തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഐറ്റം എന്താണ്? ഒരു വെജിറ്റേറിയൻ ആയാലോ, ഒരു പ്യുവർ വെജിറ്റേറിയൻ എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവം തന്നെ ആകാം. ഇതിൻ്റെ പേര് ടൊമാറ്റോ മസാല റൈസാണ്. ശരിക്കും പറഞ്ഞാൽ ടൊമാറ്റോ റൈസ് നമ്മൾ മാജിക് അവനിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ റൈസ് തന്നെ വ്യത്യസ്തമായ രീതിയിൽ പല വീടുകളിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ വ്യത്യസ്തമായ ഒരു ടൊമാറ്റോ റൈസ് കാണിച്ചിട്ടുണ്ട് മാജിക് അവനിൽ. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ടൊമാറ്റോ റൈസ്. ഇത് ടൊമാറ്റോ പ്ലെയിൻ റൈസ് അല്ല, ടൊമാറ്റോ മസാല റൈസാണ്. കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് വ്യത്യസ്തമാണ്, എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊന്നിയരി 2 കപ്പ്, സവാള 3 വലുത് ചെറുതായി നുറുക്കിയത്, ടൊമാറ്റോ 4 നീളത്തിലരിഞ്ഞത്, എണ്ണ 1/2 കപ്പ്, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി ഒരു വലിയ കഷ്ണം അല്ലെങ്കിൽ 2 ഇടത്തരം കഷ്ണം, പച്ചമുളക് 4 നീളത്തിലരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: കടുക് 1 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, ഉഴുന്ന് 1 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. അങ്ങനെ നമ്മളുടെ ടൊമാറ്റോ മസാല റൈസ് ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ്. പൊന്നിയരി ഇതൊരു 2 കപ്പാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന പോലെ വേവിച്ച്, ഉപ്പിട്ട് വേവിച്ച്, അല്ലെങ്കിൽ ഉപ്പില്ലാതെ വേണമെങ്കിലും വേവിക്കാം. ചോറ് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് ഊറ്റി റെഡിയാക്കി വെക്കുക. അപ്പോൾ ആവശ്യത്തിന് വേവിച്ചെടുത്ത ചോറാണ്. ഇതിപ്പോൾ നമ്മളുടെ വീട്ടിൽ ചോറ് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. സാധാരണ നമ്മൾ ചോറിന് എങ്ങനെയാണ് വെള്ളത്തിൽ അരി വേവിച്ച് എടുക്കുന്നത്? വറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിയെടുക്കുകയാണ്. പിന്നെ വേഗിൻ്റെ ആവശ്യം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ടൊമാറ്റോ മസാല റൈസ് പല രീതിയിലും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെ തമ്മിൽ ഒട്ടാത്ത രീതിയിൽ, ഒരുപാട് കുഴയാത്ത രീതിയിലുള്ള ടൊമാറ്റോ റൈസാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. പിന്നെ ഇനി പ്രധാനമായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് ഒന്നുകിൽ പ്രത്യേകം ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചായിട്ട് ചതയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം വരും ചതച്ച് കഴിയുമ്പോൾ. ഇനി ഏത് എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലാകാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിൽ, കപ്പലണ്ടി എണ്ണയിലാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ച് ചൂട് കെട്ടിയുള്ളൊരു പാത്രം, എണ്ണ ഇച്ചിരി കൂടുതലിരിക്കട്ടെ. നമുക്ക് ഇതെല്ലാം, ഈ റൈസ് എല്ലാം വഴണ്ട് വരാനുള്ളതാണ്. ഏകദേശം ഒരു 1/4 കപ്പിൽ കൂടുതൽ എണ്ണ വേണം. ഏകദേശം 1/2 കപ്പോളം എണ്ണ. കാര്യം 10 കപ്പ് ചോറാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വഴണ്ട് വരണ്ടേ. അപ്പോൾ നമ്മൾക്കിതിൽ നെയ്യ് അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. എല്ലാം കൂടി ചേർത്താണ് ഇത്രയും എണ്ണ. കടുക് 1 ടീസ്പൂൺ, കടുക് പൊട്ടി തുടങ്ങുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. എല്ലാം ഓരോ ടീസ്പൂൺ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നുറുക്കിയത്. അത് ആവശ്യാനുസരണം ആകാം. 50 ഗ്രാം ആണെങ്കിൽ ഏറ്റവും ഐഡിയൽ. മുഴുവനായിട്ട് ഇടേണ്ട, അതിനെ കൊച്ചു കഷ്ണങ്ങളായിട്ട് നുറുക്കിയിടാം. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഇട്ടാലും മതി. ഇതിൻ്റെ കളറ് ചെറുതായി മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് പിന്നെ പച്ചമുളകുണ്ട്. ഒരു 4-5 പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ട്, പിന്നെ കുറുകെ മുറിച്ചത്, നെടുകെ മുറിച്ചിട്ട് കുറുകെ മുറിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് സവാള അരിഞ്ഞത്. ഏതാണ്ടൊരു 4 സവാള, 3 മുതൽ 4 സവാള വരെ ആകാം. തീരെ ചെറുതായിട്ട് മുറിക്കണം എന്നില്ല, ചെറുതായി നുറുക്കിയത്. തീരെ ഫൈൻലി ചോപ്ഡ് അല്ല, ഇച്ചിരി കൂടെ വലുതാണെങ്കിലും കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പിൻ്റെ നിറവും മാറി തുടങ്ങി. പച്ചമുളകും 4-5 പച്ചമുളക്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. അപ്പോൾ സവാളയുടെയൊക്കെ നിറം മാറുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരണം. അപ്പോൾ സവാള ഒന്ന് ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതെല്ലാം കൂടി കിടന്ന് ഒന്നിച്ച് മൂത്താൽ മതി. ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് കളർ മാറിയിട്ട് സവാള ഇടുന്നതിനെക്കാട്ടിലും
ഈ സ്റ്റേജ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതെല്ലാം കൂടി കിടന്ന് ഒന്നിച്ച് മൂത്ത് കിട്ടും. സവാള കാര്യം നമ്മൾ പേസ്റ്റാണ് ചേർക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് ചേർക്കുന്നതെങ്കിൽ സവാള ചേർക്കുന്നതിന് മുന്നേ തന്നെ ചേർക്കണം. പക്ഷെ ഇതിപ്പോൾ കുഴപ്പമില്ല, ചതച്ചതല്ലേ. അപ്പോൾ അത് ഈ ഒരു സ്റ്റേജിൽ ഇതിനോടൊപ്പം ചേർക്കാം. ഇതെല്ലാം കൂടി കിടന്നൊന്ന് മൂത്ത് വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എല്ലാം നന്നായിട്ട് പാകത്തിന് മൂത്ത് കഴിഞ്ഞു. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ. അപ്പോൾ തീ ഒരല്പം ഞാൻ കുറച്ച് കഴിഞ്ഞു. കാര്യം എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മസാല പൊടികൾ ഇടുകയാണ്. ഇതൊരു ടൊമാറ്റോ മസാല റൈസാണ്. ഇനി നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഈ ടൊമാറ്റോ മസാല റൈസിന് അല്പം എരിവ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മുളക് പൊടിയുടെ അളവൊക്കെ വളരെ കുറച്ച് മതി. അതിനോടൊപ്പം നമ്മളൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത്. ഇതും കൂടി ആകുമ്പോഴേ ഒരു മസാല ടൊമാറ്റോ റൈസിൻ്റെ കാര്യങ്ങളാകുള്ളൂ. അപ്പോൾ മസാലയുടെ ഒരു ഇറച്ചിയുടെയൊക്കെ ഒരു മണം വന്നു തുടങ്ങി. പക്ഷേ നമ്മുടെ ഇത് പ്യുവർ ഐറ്റമാണ്, പ്യുവർ വെജിറ്റേറിയൻ. ഇനി നമ്മൾ എന്താ ഈ 3 കാര്യങ്ങളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തൊരു മണം വന്നു കഴിഞ്ഞു. മൂത്തും. ഇനി ടൊമാറ്റോ. ഇത് 4 ടൊമാറ്റോ ആണ്. തീ കുറച്ച് വെച്ചിരിക്കുമായിരുന്നു, ഇനി തീ കൂട്ടാം. ഇനി ഈ ടൊമാറ്റോയിൽ കൂടി ഒന്ന് നന്നായിട്ട് വാടി ഒരു കുഴമ്പ് രൂപത്തിലേക്ക് മാറുന്നു. വേണമെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റുന്ന സ്റ്റേജിലും ചേർക്കാം, പിന്നെ ടൊമാറ്റോ ഇടുന്ന സ്റ്റേജിലും ചേർക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഒന്ന് വെന്തൊന്ന് കുഴയണം. ഒരു കുഴമ്പ് പാകമായി മാറും. അപ്പോൾ ടൊമാറ്റോ എല്ലാം വെന്തൊരു പേസ്റ്റായി അങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഈ ടൊമാറ്റോ മസാല. ഇനി ഇത് നമുക്ക് ടൊമാറ്റോ മസാല റൈസ് ആകണം. അതിന് നമ്മളുടെ പൊന്നിയരി ചോറ് ഇവിടെ റെഡിയാണ്. 2 കപ്പ് പൊന്നിയരി വേവിച്ച് ഊറ്റിയെടുത്തതാണ്. ഏതാണ്ട് 10 കപ്പോളം ഉണ്ട്. കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കാം. കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കാം. ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. തീ ഒരൽപ്പം കുറയ്ക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്ന മിക്സിങ്. അങ്ങനെ നമ്മൾ 10 കപ്പ് റൈസും ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ 2 കപ്പ് അരി. കുറച്ചുകൂടി മല്ലിയില ചേർക്കാം. അപ്പോൾ ഈ കറക്റ്റ് 2 കപ്പ് അരിക്ക് ആവശ്യമുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കിയത്. നല്ല രീതിയിൽ യോജിപ്പിച്ചാൽ മാത്രം മതി. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് ക്രമീകരിക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മളുടെ ടൊമാറ്റോ മസാല റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല മണമുള്ള നല്ല രുചിയുള്ള ഒരു മസാല റൈസ്. ഇനി വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ടൊമാറ്റോ മസാല റൈസ് ഇവിടെ ഞാൻ വിളമ്പി വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലൊരു ചെറിയ അലങ്കാരം സിംബോളിക്കായിട്ട് നമുക്ക് ടൊമാറ്റോ കൊണ്ട് തന്നെ അലങ്കരിക്കാം. ചെറിയൊരു ടൊമാറ്റോ റോസ് വെച്ചിട്ട് മതി. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. ഓവറായിട്ട് നമ്മൾ അലങ്കരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഈ അളവിൽ നിന്നും ഏകദേശം 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ ഇക്കണോമിക്കലാണ്. സത്യം പറഞ്ഞാൽ വലിയ പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ്. ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐറ്റം ആയിട്ട് വയ്ക്കാം. 10 പേർക്ക് വരെ കഴിക്കാം. കൂട്ടത്തിൽ ചപ്പാത്തിയും കൂടി ഉണ്ടെങ്കിൽ, അതായത് എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ, ചപ്പാത്തിയും ഒരു കറിയും കൂടി ഉണ്ടെങ്കിൽ ഇതും ഇതിൻ്റെ കൂടെ കുറച്ച് റൈത്ത, തൈരൊഴിച്ചൊരു സാലഡ്, അച്ചാർ, പപ്പടം ഉണ്ടെങ്കിൽ ധാരാളമായി. അതല്ല ഇത് മാത്രമാണെങ്കിലും ഒരു 6 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. നമുക്ക് 2 കപ്പ് അരിയിലാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. 2 കപ്പ് പൊന്നിയരി ഏകദേശം ഒരു 1/2 കിലോയും ഇച്ചിരി കൂടെ വരുള്ളൂ 2 കപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു 4 ടൊമാറ്റോ, ഒരു 4 സവാള, 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് താളിച്ച കാര്യങ്ങൾ. അതിൽ അണ്ടിപ്പരിപ്പ് ഇടുന്നതിന് പകരം കപ്പലണ്ടി ഇട്ടാൽ കുറച്ചുകൂടി ലാഭം. കടുക്, പിന്നെ എന്താ പറയുക, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കറിവേപ്പില, അത്രയൊക്കെ ഉള്ളൂ. ധാരാളം മല്ലിയില. എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും തയ്യാറാക്കുക. എല്ലാവർക്കും ഇഷ്ടം.